ആ ഖബറിലേക്ക് നമ്മളെ വെച്ചിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ അവിടെ നിൽക്കുവോ, നമ്മളെ ഖബറടക്കി. അന്ന് രാത്രി നല്ല മഴയാണെന്ന് വിചാരിക്കുക, അന്ന് രാത്രി നല്ല മഴയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആദ്യമായി ഒരു പെണ്ണിനെ കണ്ടിട്ട് പ്രേമം തോന്നിയപ്പോ ഓന്റെ അടുത്താണ് പോയി പറഞ്ഞത്. ലവ് ലെറ്റർ ഒക്കെ എഴുതുമ്പോ അവനാണ് വാട്സപ്പിൽ അതിന്റെ ഓരോ ടിപ്സ് ഒക്കെ എനിക്ക് അയച്ചെന്നത്. അവൻ ആ രാത്രി നിങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് നിൽക്കോ? ആ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ ഉള്ളിൽ ആദ്യം മണ്ണിലേക്ക് ആ വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങും. ആ കല്ലിന്റെ പുറത്ത് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിന്നിട്ട് ആ കല്ലിന്റെ ഇടയിലൂടെ വിടവിലൂടെ ആ വെള്ളം മൂർന്ന് ഖബറിലേക്ക് ഇറങ്ങും. നിങ്ങൾ കിടക്കുന്ന ഖബർ മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. അതിനകത്ത് നിങ്ങളുടെ ശരീരം പൊങ്ങിക്കിടക്കും. മരിച്ചാൽ വെള്ളത്തിൽ താണു കിടക്കൂലല്ലോ, പൊങ്ങിക്കിടക്കും. ആ വെള്ളത്തിനിടയിലൂടെ പുഴുക്കളും പാമ്പുകളും എല്ലാ ജീവികളും നിരച്ചു വന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗത്തിലൂടെ ഇരച്ചിരച്ച് കയറും. അന്നൊന്ന് തുടച്ചു തരാൻ പോലും ആരുണ്ടാവില്ല. ഇന്ന് നമ്മളൊന്ന് കരഞ്ഞാൽ എന്തിനാ കരയുന്നത്, നിനക്കെന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ, ഇന്ന് നീ സാധാരണ ഉള്ളതുപോലല്ലോ എന്നൊക്കെ ചോദിക്കാൻ എത്ര ആളുകളാണ്. പക്ഷെ അന്നാരും ഉണ്ടാവില്ല. അന്ന് നമ്മൾ ഒറ്റക്കാണ്. ആ ദിവസത്തെ കുറിച്ച് മക്കളെ നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ ചിന്ത ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകരുത്.